കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലെ ഫ്രിഡ്ജിൽ വെച്ച് പഴകിയ കേക്ക് കഴിച്ചൊരു കുട്ടി മരണപ്പെട്ടത് നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അഫ്രിൻ എന്ന് വിളിക്കുന്ന ഈ പെൺകുട്ടി നമ്മുടെ ഇന്ത്യയിലാണ് മരണപ്പെട്ടത്. പ്രത്യേകിച്ച് ഒരു ചാനലുകൾ ഇത് വാർത്തയാക്കത്തില്ല, കേക്കിന്റെ കച്ചവടത്തെ ബാധിക്കും എന്നുള്ളതുകൊണ്ട്. നമ്മുടെ ഈ ക്രിസ്മസ് സീസണിൽ ഇത്തരത്തിൽ നമുക്ക് കിട്ടുന്ന കേക്കുകൾ പൂർണ്ണമായിട്ടും കഴിക്കാതെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് കഴിക്കുന്ന കുടുംബക്കാരാണ് എല്ലാവരും. എന്നാൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നപ്പോൾ 1-2 ദിവസം വരെ ഓക്കെ, തീരെ പഴകിയ നന്നായിട്ട് പഴകിയ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കരുത്, ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. പറഞ്ഞുതരാം. ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ഭക്ഷണം നിങ്ങൾക്ക് സൂക്ഷിക്കാനുള്ള സ്ഥലമാണെങ്കിലും ഫ്രിഡ്ജിനകത്ത് പല വിധത്തിലുള്ള ബാക്ടീരിയകൾ, മോൾഡുകൾ, ഫംഗസുകൾ ഇവയെല്ലാം ജീവിക്കുന്നുണ്ട്. ഇവയെല്ലാം തന്നെ പലപ്പോഴും ഈ ടെമ്പറേച്ചർ വേരിയേഷന് റെസിസ്റ്റന്റുമായിരിക്കും. ഇതിലേക്കാണ് നിങ്ങൾ ഭക്ഷണം കൊണ്ടുവയ്ക്കുന്നത്. കേക്കിന്റെ പ്രത്യേകത, അവയ്ക്കകത്ത് ധാരാളം സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങൾക്കകത്ത് ബാക്ടീരിയകളും മോൾഡുകളും പ്രത്യേകിച്ച് ഫംഗസുകൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ കാരണമാകും. ഫ്രിഡ്ജിലിരുന്ന് പഴകുന്നതിനനുസരിച്ച് ഈ കേക്കിനകത്തുള്ള മധുരത്തിൽ നിന്നും ഫംഗസ് നന്നായിട്ട് പെരുകുകയും ഇതിനകത്ത് ഒരു തരത്തിലുള്ള മൈക്രോടോക്സിനുകൾ റിലീസ് ചെയ്യുന്നതിന് കാരണമാകുകയും ചെയ്യും. പലപ്പോഴും ഇത്തരത്തിൽ ഫ്രിഡ്ജ് വെച്ച് പഴകിയ കേക്ക് കഴിച്ചാൽ ഓർക്കാനം, ഛർദില്, വയറിളക്കം, വയറുവേദന പോലുള്ള ബുദ്ധിമുട്ടുകളും ഇത് കരളിനെ ബാധിക്കാനും കാരണമാകും. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരാണെങ്കിലോ തീരെ ചെറിയ കുട്ടികളാണെങ്കിലോ അവർക്ക് ഇത് ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. ബാക്ടീരിയ മാത്രം അല്ല, ഫംഗസുകളും ബാക്ടീരിയകളും ഒരുപോലെ ഒരാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയെന്ന് വരാം. കൂടാതെ ഇത് ഈ അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്ന കുട്ടികളിൽ ഗുരുതരമായിട്ടുള്ള അലർജിക് റിയാക്ഷനോ റെസ്പോൺസോ ഉണ്ടാക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് ഇപ്പോഴത്തെ ക്രിസ്മസ് സീസണിലൊക്കെ കിട്ടുന്ന കേക്ക് കഴിയുന്നത്ര കഴിക്കുക, ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് എല്ലാ കുടുംബത്തിന്റെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ.